ഈ ആത്മീയ ലോകത്ത് സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. സ്പിരിച്വൽ റാങ്കിങ് ആത്മീയ ലോകത്ത് എന്താണെന്ന് അറിയാം? സ്പിരിച്വൽ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് ഇപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റാങ്ക് അല്ല ജില്ലാ കളക്ടറിന്, ജില്ലാ കളക്ടറിന്റെ റാങ്ക് അല്ല ക്യാബിനറ്റിലെ ഒരു മന്ത്രിക്ക്, മന്ത്രിയുടെ റാങ്ക് അല്ല മുഖ്യമന്ത്രിക്ക്, മുഖ്യമന്ത്രിയുടെ റാങ്ക് അല്ല പ്രധാനമന്ത്രിക്ക്. മനസ്സിലായ? റാങ്കിങ് വേറെയാണ്. റാങ്കിങ്, സ്പിരിച്വൽ റാങ്കിങ് ഉണ്ട്. ഈ ആത്മീയ ലോകത്തെ റാങ്കിങ് കൂടുന്നതിനനുസരിച്ച് മനുഷ്യരിൽ നിന്ന് തിന്മ പുറത്തു പോകത്തുള്ളൂ. അതായത് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ മനുഷ്യരിലെ തിന്മ പുറത്തു പോകണമെങ്കിൽ ആ തിന്മയ്ക്ക് റാങ്ക് ഉണ്ട്. പിശാചിന് കാറ്റഗറികളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണെന്നറിയാമോ? അതായത് എന്തെന്നാൽ നമ്മൾ പോരാടുന്നത് മാംസത്തോടും രക്തത്തോടുമല്ല, പ്രഭുത്വം, ആധിപത്യം, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ. കണ്ട കാറ്റഗറികളുണ്ട്. അന്തരീക്ഷ സ്പിരിറ്റുകളുണ്ട്, മറൈൻ സ്പിരിറ്റുകളുണ്ട്, റെപ്റ്റൈൽ സ്പിരിറ്റുകളുണ്ട്, സാത്താന്യ സർപ്പ സ്പിരിറ്റുകളുണ്ട്. ഇങ്ങനെ സ്പിരിറ്റ് പല റാങ്കുണ്ട്. ഫോളൻ ഏഞ്ചൽ ഉണ്ട്, ഡീമൻസ് ഉണ്ട്, അശുദ്ധാരൂപിയുണ്ട്. ഇങ്ങനെ പല റാങ്കുണ്ട് ഇതിന്. ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന ആരാ? ലൂസിഫർ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൂസിഫറിനെ വല്ലവരും ബന്ധിക്കുന്ന കണ്ടിട്ടുണ്ടോ? ബന്ധിക്കത്തില്ല. ലൂസിഫറിനെ ബന്ധിക്കുന്നത് എപ്പോഴാ? കർത്താവിന്റെ 2ാം വരവിലാണ് ബന്ധിക്കുന്നത്. ലൂസിഫറിനെ അറിയാതെ വല്ലവരും ബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ബോധമുള്ള ആരും പോയി ലൂസിഫറിനെ ബന്ധിക്കാൻ പോവില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂസിഫറിനെ ബന്ധിക്കുന്നത് കർത്താവ് ഈശോയുടെ 2ാം വരവിൽ, മടങ്ങി വരവിലാണ് ലൂസിഫറിനെ ബന്ധിക്കുന്നത്. പിന്നെ അറിയാൻ വയ്യാത്തവർ പോയി എല്ലാത്തിനെയും ബന്ധിക്കും. അപ്പം ഇതിന് റാങ്കുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ റാങ്ക് അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ ഈ പാറ്റയും പഴുതാരയൊക്കെ പോവും, പാമ്പ് പോത്തില്ല, പുള്ളിപ്പുലി പോത്തില്ല, കരടി പോത്തില്ല, സിംഹം പോത്തില്ല, ഡ്രാഗൺ പോത്തില്ല, ലെവിയാതം പോത്തില്ല. ലെവിയാതം പോകണമെങ്കിൽ അവനോട് പോകാൻ പറഞ്ഞാൽ പുറത്തു പോകുന്ന സ്പിരിച്വൽ റാങ്കുള്ള ശുശ്രൂഷകൻ ആ റാങ്കിൽ ഉയർന്നവൻ പറയണം, എന്നാലേ പോകും. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ആ റാങ്കിൽ, ഈ റാങ്കിൽ ഉയരാതിരിക്കാൻ അവൻ എന്നാ എന്നറിയാമോ? പാപത്തിൽ കെട്ടിയിടും. പാപത്തിൽ കെട്ടിയിടും പിശാച്, പാപത്തിൽ കെട്ടിയിടും. പാപം എന്ന് പറയുന്ന ഒരു കുറ്റിക്കകത്ത് കെട്ടിയിടും. അപ്പൊ ആ കയറിന്റെ നീളം അനുസരിച്ച് ഇവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അവന് പറക്കാൻ പറ്റത്തില്ല, അവന് വലിയ സ്പിരിറ്റുകളെ ബന്ധിക്കാൻ പറ്റില്ല, അവന് വലിയ കെട്ടഴിക്കാൻ പറ്റില്ല, അവന് കുടുംബങ്ങളിൽ ബന്ധനാവസ്ഥ, അവന് പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എന്താ പറയുക? അവൻ്റെ റാങ്ക് താഴെയാ. അവൻ പറഞ്ഞാൽ എന്ത് പോവും? പഴുതാനയും പാറ്റയൊക്കെ പോവും, പല്ലിയൊക്കെ പോവായിരിക്കും, വലിയ സാധനമൊന്നും പോവില്ല. അപ്പം അതുകൊണ്ട് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ അവസ്ഥ. ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ ഇനി വിശുദ്ധ ജീവിതത്തിൽ, എക്സെപ്ഷണലായ വിശുദ്ധിയിൽ ശുശ്രൂഷകർ വളർന്നാലേ പറ്റും. അല്ലാതെ ഇനി ഒരു ചെപ്പടി വിത്തി കൊണ്ടും തീ ഇറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായോ? ഫോർമുലകൾ മാറി മാറി പരീക്ഷിച്ചത് കൊണ്ട് ഇനി പരിശുദ്ധാത്മാവൊന്നും വരാൻ പോണില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലായോ? ആ തിരിച്ച് പ്രാർത്ഥന അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, അത് ചെയ്ത് ഇങ്ങനെ ചെയ്ത്, പല പ്രാർത്ഥനകൾ ചേർത്ത്, പല കൂട്ടുകൾ ചേർത്ത്, ഏത് കൂട്ട് ചേർത്താലും വിശുദ്ധി എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഇന്ധനം ഇല്ലാതെ ദൈവാത്മാവിനി വരാൻ പോണില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹം. അതായത് ഒരു ശുശ്രൂഷകൻ ആദ്യം ആഗ്രഹിക്കേണ്ട, ദൈവമേ, സകല പാപത്തെയും ജയിക്കാൻ എനിക്ക് നീ കൃപ തരണം. എൻ്റെ രഹസ്യ ജീവിതത്തിലെ പാപങ്ങളെ ജയിക്കാൻ, സ്വയംഭോഗത്തെ ജയിക്കണം, സുവർഗഭോഗത്തെ ജയിക്കണം, വ്യഭിചാരത്തെ ജയിക്കണം, മോഷണത്തെ ജയിക്കണം, മോഷണം, അത്യാഗ്രഹത്തെ ജയിക്കണം. മാമോൻ ദൈവമാവരുത്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നീ പറഞ്ഞാൽ ആര് പോവും? ഡ്രാഗൺ പോവും, പെരുമ്പാമ്പ്, പൈതൺ പോവും, സർപ്പന്റ് പോവും. നീ പറയുമ്പോ കരടി പോവും, സിംഹം പോവും. ദാവീദ് പറഞ്ഞില്ലേ, അവനെ മുടിക്ക് പിടിച്ച് അവനെ ഞാൻ അടിച്ച് കൊല്ലും. എന്താണെന്നറിയാമോ? വ്യക്തി ജീവിതത്തിൽ പാപത്തെ ജയിച്ചിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇനി നിങ്ങൾ തീ പോലെ ഇറങ്ങണേന്നൊന്നും പാടണ്ട. കർത്താവേ എന്നെ കുറെ കൂടെ വിശുദ്ധനാക്കണേന്ന് പ്രാർത്ഥിക്ക്. വിശുദ്ധനാക്കണേന്ന്. വിശുദ്ധിയുടെ നിലവാരം കയറി വരുന്ന അനുസരിച്ച് നിന്റെ ആത്മീയ ജീവിതത്തിൽ ദൈവശക്തി കൂടി വരുന്നത് കാണാൻ പറ്റും. മറ്റേതെല്ലാം ഉണ്ടല്ലോ വ്യാജാഗ്നിയാണ്. ഫേക്ക് ഫയർ, ഫേക്ക് ഫയർ, വ്യാജാഗ്നി. പാപത്തിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്ഭുതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതത്തിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവല്ല, പിശാചാണെന്ന് അറിഞ്ഞോണം. പറഞ്ഞ ഹല്ലേലൂയാ. ഫേക്കാണ് ഫയർ, ഫേക്കാണ് ഫയർ, ഫേക്കാണ്. കാരണം ഹോളി സ്പിരിറ്റിന് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. തിന്മ കിടക്കുന്ന സ്ഥലമാണ് ശുശ്രൂഷകന്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരു 100 അനുഭവം എൻ്റെ തലയിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വലിയ വലിയ ശുശ്രൂഷകരായിരിക്കും, പക്ഷെ എന്താ? പാപം, വൈരാഗ്യം, വെറുപ്പ്, പിണക്കം, പാരവെപ്പ്, പുതിയ വെപ്പ്, പിന്നെ വെട്ടുക, പാര വെക്കുക, കാല് വാരുക. ആരുടെ ഇടയില? രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ല. ആരുടെ ഇടയില? രാഷ്ട്രീയക്കാരുടെ ഇടയിലല്ല. കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഇടയിലല്ല. ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ ഇടയിൽ. എന്നിട്ട് പറയാണ് തീ പോലെ ഇറങ്ങണേന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജയിലിൽ കിടന്നിട്ട് ചെങ്ങലയിട്ട കരം കൊട്ടി പാടിയപ്പോ ആത്മാവ് ഇറങ്ങി വന്നു. മനസ്സിലായി? AC റൂമിൽ കിടന്നിട്ട് ചാനൽ മാറ്റിയിട്ട് തീ പോലെ ഇറങ്ങണേന്ന് പറഞ്ഞാലൊന്നും ഇറങ്ങത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഒരു സമർപ്പണം, ഒരു വില കൊടുത്തവൻ ആ ജയിൽ മുറിയിൽ നിന്ന് പാടിയപ്പോഴാണ് ആ ജയിലിന്റെ അടിത്തറ അടക്കുന്ന ഒരു തീ ജയിലിനകത്തേക്ക് ഇറങ്ങി വന്നത്. മനസ്സിലായോ? സമർപ്പണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സമർപ്പണം, അങ്ങൊരു സാധനമുണ്ട്, സമർപ്പണം. ആ സമർപ്പണം കൊടുത്തവന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്കാണ് ദൈവത്തിന്റെ തീ ഇറങ്ങിയത്. അത് കൊടുക്കാനില്ല, അത് കൊടുക്കാൻ പറ്റില്ല. കഷ്ടപ്പെടാൻ വയ്യ, സമർപ്പിക്കാൻ വയ്യ. കംഫർട്ടബിളായ സോണുകളെ ഓപ്പറേറ്റ് ചെയ്യൂ. ഏറ്റവും കംഫർട്ടബിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യൂ. കഷ്ടപ്പെടാൻ വയ്യ, ഉറക്കം കളയാൻ വയ്യ, അലയാൻ വയ്യ. എന്നിട്ട് പറയാണ് എന്ത് പറയണം? കർത്താവേ പുത്തൻ അഭിഷേകം, പുത്തൻ അഭിഷേകം. പഴയതുകൊണ്ട് നീ എന്നാ പിണ്ണാക്ക് ചെയ്തു? പുത്തൻ. എല്ലാവർക്കും പുത്തൻ മതി. പഴയതുകൊണ്ട് നീ എന്നാ പിണ്ണാക്ക് ചെയ്തെന്ന്? പഴയതുകൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം. പുതിയ എന്തിനാ? പഴയത് ഇവിടെ വെറുതെ കിടക്കല്ലടാ. ദൈവം ഒരു കാലത്ത് തന്ന തീ നീ എന്ത് ചെയ്തു? ദൈവം ഒരു കാലത്ത് തന്ന തീ നീ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു? അത് നിന്റെ ജീവിതത്തിൽ ഒരു 10 പാപത്തെ തോപ്പിക്കാൻ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സുവിശേഷ നീ പറയണേ? പിന്നെ എന്ത് സുവിശേഷ നീ പറയണേ? അതായത് എടാ, നീ പറയുന്ന തീക്ക് നിന്റെ ജീവിതത്തിലെ മുള്ളിനെ കത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ആരുടെ മുള്ള് കത്തിക്കുമെന്ന് പറയണേ? പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധി ഉണ്ടാവണം. ഇനി അല്ലാതെ ഉണ്ടാവില്ല. ഞാൻ എഴുതി വെച്ചോ, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ, എല്ലാം പട്ടുപോത്തേ ഉള്ളൂ. എഴുതി വെച്ചോ, ഡേറ്റ് ഇട്ട്. എവിടെ വിശുദ്ധിയുണ്ടോ ആ ശുശ്രൂഷകളെ ദൈവം അഭിഷേകം ചെയ്യും. എവിടെ വിശുദ്ധിയുണ്ടോ ആ ശുശ്രൂഷകരെ ദൈവം അഭിഷേകം ചെയ്യും. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ദൈവം ആ മാനസാന്തരങ്ങൾ തീ അയക്കും. അവിടെ ആത്മാക്കളുടെ കൊയ്ത്തുണ്ടാവും. അവിടെ ജീവിതങ്ങൾ മാറി മറിയും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? മറ്റേത് നിങ്ങൾക്ക് പറയാൻ, യൂട്യൂബിൽ പറയാൻ കുറച്ച് സാക്ഷ്യങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും ഉണ്ടാവാൻ പോണില്ല. മനസ്സിലായോ? ഇന്ന് സാക്ഷ്യം പറഞ്ഞവരെ 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ അവർ തിരിച്ചു പറയും. ജീവിതം മാറിയോ? അത് പറ. എത്ര പേരുടെ ജീവിതം മാറി? അത് പറ. എത്ര പേര് സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ചു? എത്ര പേര് മിഷണറിമാരായി? എത്ര പേര് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകാൻ തയ്യാറായി? എത്ര പേര് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി ജീവിതം തീർന്നെഴുതി കൊടുക്കാൻ തയ്യാറായി? അത് പറ. അതാണ് സുവിശേഷ പേരുടെ ഫലം. യൂട്യൂബിൽ കേട്ട സാക്ഷ്യങ്ങളല്ല. പറഞ്ഞ ഹല്ലേലൂയാ. എത്ര പേര് ചങ്ക് പറിച്ച് കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി? അതാണ് ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു ശുശ്രൂഷയുടെ പ്രോഡക്റ്റ്. അതാണ്. അപ്പൊ അതുണ്ടാകണമെങ്കിൽ ദാനിയേലേ, നീ എന്താവണം? വിശുദ്ധനാവണം. നീ പാപം ചെയ്യരുത്. നിന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തന് നിന്റെ നേരെ കൈ ചൂട്ടിയിട്ട് അച്ഛൻ ഈ പാപം ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ ദാനിയേലിന് ഇടയാവരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് കർത്താവിനെ ആശ്രയിച്ച്, ദൈവമേ എനിക്ക് ഒന്നാമത് എന്താ തരണ്ടേ? ഒരു ശുശ്രൂഷകൻ ഉണ്ടാവേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുക
സാധ്യമല്ല.